BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഞങ്ങൾ ഒരുപാട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ 5 ജെറ്റ് വിമാനങ്ങൾ വെടിവച്ചിട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ 5 ജെറ്റ് വിമാനങ്ങൾ വെടിവച്ചിട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ റിപ്പബ്ലിക്കൻ നിയമസഭാംഗങ്ങൾക്കൊപ്പമുള്ള സ്വകാര്യ അത്താഴ വിരുന്നിലാണ് ട്രംപിന്റെ പരാമർശം. എന്നാൽ ഏത് രാജ്യത്തിന്റെ വിമാനങ്ങളാണ് വെടിവച്ചിട്ടതെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല. നല്ലൊരു ബെഞ്ചും ഡെസ്കുമില്ല. ഉദ്യോഗസ്ഥരുടെ ചിന്താഗതിക്ക് കുഴപ്പം. പ്രശ്നം മാനേജ്മെന്റ് സ്കൂളുകളിൽ. മിഥുൻ ഷോക്കേറ്റ് മരിച്ച തേവലക്കര സ്കൂളിൽ നല്ല ബെഞ്ചും ഡെസ്കും പോലുമില്ലെന്നും കെട്ടിടങ്ങളെല്ലാം പഴയതാണെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പ്രധാനാധ്യാപിക തെറ്റുകാരിയാണെന്ന് കണ്ടെത്തിയതിനാലാണ് സസ്പെൻഡ് ചെയ്തത്. ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച പാടില്ലെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിസ്ഥാന സൌകര്യങ്ങൾ മറച്ചുവച്ചാണ് പഞ്ചായത്ത് സ്കൂളിന് ഫിറ്റ്നസ് റിപ്പോർട്ട് നൽകിയത്. സർക്കാർ നിർദ്ദേശം നൽകിയാലും സ്കൂളുകളിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മാനേജ്മെന്റുകൾ കാലതാമസം വരുത്തുകയാണ്. ബാലാവകാശ കമ്മീഷന്റെ റെക്കമെൻഡറി പവർ ഉപയോഗിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്നും KV മനോജ് കുമാർ പറഞ്ഞു. അഹമ്മദാബാദ് വിമാനാപകടം. 500 കോടി രൂപയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് ടാറ്റ ഹോസ്റ്റൽ കെട്ടിടം പുനർനിർമ്മിക്കും. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ക്ഷേമത്തിനായി ടാറ്റ സൺസ് 500 കോടി രൂപയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്കും ആശ്രിതർക്കും പരിക്കേറ്റവർക്കും അപകടം നേരിട്ടോ അല്ലാതെയോ ബാധിച്ചവർക്കും വേണ്ടിയാണ് ട്രസ്റ്റ്. മുംബൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള AI 171 മെമ്മോറിയൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിലേക്ക് ടാറ്റ സൺസും ടാറ്റ ട്രസ്റ്റുകളും 250 കോടി രൂപ വീതം സംഭാവന ചെയ്യുമെന്ന് ടാറ്റ പ്രസ്താവനയിൽ അറിയിച്ചു. വീട്ടിലേക്ക് മലം വലിച്ചെറിഞ്ഞു. പോലീസിൽ പരാതി നൽകിയത് പകയായി. വഴിയിൽ തടഞ്ഞ് ദമ്പതികളുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചു. ചാത്യാത്ത് പള്ളിപ്പെരുന്നാൾ കണ്ട് സ്കൂട്ടറിൽ മടങ്ങി വരുമ്പോഴാണ് ദമ്പതികളെ വില്യംസ് ആക്രമിച്ചത്. ഒന്ന് നിർത്തിയേ എന്ന് വില്യംസ് പറഞ്ഞപ്പോൾ ക്രിസ്റ്റഫർ സ്കൂട്ടർ നിർത്തി. പെട്ടെന്ന് കുപ്പയിലെ പെട്രോൾ ദമ്പതികളുടെ ദേഹത്തേക്ക് ഒഴിച്ചു. പിന്നാലെ ലൈറ്റർ കത്തിച്ചെറിഞ്ഞു. തീ ആളിയപ്പോൾ നിലവിളിച്ചുകൊണ്ട് ക്രിസ്റ്റഫറും മേരിയും അടുത്തുള്ള ജൂഡ്സണിന്റെ വീട്ടിലേക്ക് ഓടിക്കയറി. വടതല പൂവത്തിങ്കൽ വില്യംസാണ് ഇന്നലെ രാത്രി 8 ദമ്പതികളെ ആക്രമിച്ചത്. കാഞ്ഞിരത്തിങ്കൽ ക്രിസ്റ്റഫർ, ഭാര്യ മേരി എന്നിവർ ഗുരുതരമായി പൊള്ളലേറ്റ് ലൂർദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വില്യംസിനെ പിന്നീട് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സ്റ്റാലിന്റെ സഹോദരൻ MK മുത്തു അന്തരിച്ചു. കരുണാനിധിയുടെ ആദ്യ ഭാര്യയിലെ മകൻ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ സഹോദരനും മുൻ മുഖ്യമന്ത്രി M കരുണാനിധിയുടെ മകനുമായ MK മുത്തു അന്തരിച്ചു. ശനിയാഴ്ച രാവിലെ ഈസ്റ്റ് കോസ്റ്റ് റോഡിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. കരുണാനിധിയുടെ ആദ്യ ഭാര്യ പത്മാവതിയുടെ മകനാണ്. നാഗപട്ടണത്തെ തിരുക്കുവലയിലായിരുന്നു ജനനം. മുത്തു ജനിച്ചതിന് പിന്നാലെയാണ് 20-ാം വയസ്സിൽ ക്ഷയരോഗം ബാധിച്ച് പത്മാവതി മരിച്ചത്. അതിനുശേഷം കരുണാനിധി വിവാഹം ചെയ്ത ദയാലുവമ്മാളിന്റെ മകനാണ് സ്റ്റാലിൻ. മുത്തുവിന്റെ ഭാര്യ ശിവകാമസുന്ദരി, മക്കൾ MKM, അറിവുനിധി, തേൻമൊഴി. ഞങ്ങൾ അവരെ പട്ടത്തിയാർ എന്നാണ് വിളിക്കുക. 50 വർഷമായി കുടുംബത്തിനൊപ്പമുണ്ട്. വികാരഭരിതമായ കുറിപ്പുമായി സ്റ്റീഫൻ ദേവസി. കുട്ടിക്കാലത്ത് തന്നെ നോക്കിയിരുന്ന പട്ടത്തിയാരുമായി സംസാരിച്ചിരിക്കുന്ന വീഡിയോയ്ക്കൊപ്പമാണ് സ്റ്റീഫൻ ദേവസി കുറിപ്പ് പങ്കുവച്ചത്. 50 വർഷത്തിലേറെയായി കുടുംബത്തിനൊപ്പമുണ്ടായിരുന്ന പട്ടത്തിയാരുമായി സമയം ചെലവഴിക്കുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും സ്റ്റീഫൻ ദേവസി പങ്കുവച്ചു. വനിതാ ചെസ് ലോകകപ്പ്. 4 ഇന്ത്യക്കാർ ക്വാർട്ടറിൽ. ലോക ചെസ് സംഘടനയുടെ വനിതാ ലോകകപ്പിൽ ഇന്ത്യയുടെ കൊനേരു ഹംപി, D ഹരിക, വൈശാലി രമേശ് ബാബു, ദിവ്യ ദേശ്മുഖ് എന്നിവർ ക്വാർട്ടറിൽ. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ സമനിലായതിനെ തുടർന്ന് നടന്ന ടൈ ബ്രേക്കറിൽ എല്ലാവരും വിജയം കണ്ടു. ഹംപി മുൻ ലോക ചാമ്പ്യൻ അലക്സാൻഡ്ര കോസ്റ്റന്യൂക്കിനെ തോൽപ്പിച്ചപ്പോൾ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ഷൂ ജയനർക്കെതിരെയായിരുന്നു ദിവ്യയുടെ വിജയം. ഹരിക കാറ്ററിന ലാഗുനെയെയും വൈശാലി മെറൂയർ കമാലി ദിനോവയെയും തോൽപ്പിച്ചു. ലോകകപ്പിലെ ആദ്യ 3 സ്ഥാനക്കാർ അടുത്ത ലോക ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ വനിതാ ലോക ചാമ്പ്യൻ ജു വെൻജുന്റെ എതിരാളിയെ കണ്ടെത്തുവാനുള്ള കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിന് യോഗ്യത നേടും.
ചീഫ് ഗസ്റ്റായി മടങ്ങിവരൂ എന്ന് വാക്കുകൊടുത്തിരുന്നു. 9 വർഷത്തിന് ശേഷം കലാമണ്ഡലത്തിൽ ചുവടുവച്ച് റാനിയ റാണ. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഡാൻസ് കളിക്കുന്ന വീഡിയോ പങ്കുവച്ച് പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ചിഞ്ചുറാണി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയായി മാറിയ നടി റാനിയ റാണ. കലാമണ്ഡലത്തിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം ചെയ്ത ഡാൻസ് എന്ന അടിക്കുറിപ്പോടെയാണ് താരം ഡാൻസ് വീഡിയോ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.